നമ്മളിന്ന് നമ്മുടെ റിയോക്കുട്ടിനെ കുളിപ്പിക്കാൻ പോവുകയാണേ. ഇപ്പം നല്ല വെയിലുള്ള സമയമായതുകൊണ്ട് ഇതുപോലെ രോമമുള്ള പപ്പീസിനെയൊക്കെ നമ്മൾ ആഴ്ച ഒരു ദിവസമെങ്കിലും കുളിപ്പിക്കണം കേട്ടോ. അതുപോലെ നല്ല ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുകയും വേണം. ഇവന് സാധാരണ കുളിക്കുന്ന ഇഷ്ടമല്ല, അതും തണുത്ത വെള്ളത്തിലാണെങ്കിൽ ഒട്ടും ഇഷ്ടമല്ല. അപ്പം നമ്മളിവിടെ കുറച്ച് വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. വലിയ ചൂടില്ല, എന്നാലും ചെറുതായിട്ട് ചൂടാക്കി വെച്ചിട്ടുണ്ട്. കുളിക്കാൻ പോകുന്നവന് മനസ്സിലായിട്ടുണ്ട്, അതുകൊണ്ട് വരാൻ ഭയങ്കര മടിയാണ്. ഇതാണ് നമ്മൾ അവന് യൂസ് ചെയ്യുന്ന ഷാമ്പു. ട്രെൻഡിയുടെ ഫ്ലീ കെയർ ഷാമ്പു ആണ്. അപ്പോൾ എന്തെങ്കിലും ചെള്ളൊക്കെ ഉണ്ടെങ്കിൽ അത് പൊയ്ക്കോളും. വലിയ തണുപ്പില്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു അടങ്ങി നിന്ന് തരുന്നുണ്ട്. അവന് ശരിക്കും നല്ല വൈറ്റ് കളറല്ല, ഇത് ചെറിയൊരു ബ്രൗണിഷ് ഷെയ്ഡൊക്കെ വരുന്നൊരു കളറാണ്. കണ്ടാൽ നല്ല ഗുണ്ടുമണിയായിട്ടിരിക്കുന്നതേ ഉള്ളൂ. കുളിപ്പിക്കുമ്പം നമുക്കറിയാം ഒരു എലിക്കുഞ്ഞിൻ്റെ അത്രയും ആവും. നമുക്കൊരു അരമണിക്കൂർ 3/4 മണിക്കൂർ എടുക്കും അവനെ നല്ലപോലെ ഒന്ന് കുളിപ്പിച്ച് കഴിയണമെന്നുണ്ടെങ്കിൽ. അതുപോലെ തുടച്ചെടുക്കാനായിട്ട് ഏറ്റവും ബുദ്ധിമുട്ട്. നമുക്കൊരു 3-4 തുണി വേണം അവനെ നല്ലപോലെ ഒന്ന് തുടച്ചെടുക്കണമെങ്കിൽ. ഇതിപ്പോൾ തുടച്ചെടുത്ത് കഴിഞ്ഞിട്ടുള്ളൊരു പരുവാണിത്. നല്ലപോലെ ഉണങ്ങിയിട്ടില്ല, എന്നാലും തുടച്ചിട്ടുണ്ട്. നമുക്ക് തുടച്ച് കഴിഞ്ഞിട്ടുള്ള അവൻ്റെ കുറച്ച് കലാപരിപാടികളാണിത്. ഇത് കഴിഞ്ഞിട്ട് ഒരു കുടയുണ്ട്. നമ്മൾ 3 വട്ടം തുടയ്ക്കുന്നതിനെക്കാട്ടി കൂടുതൽ അവനൊന്ന് കുടയുമ്പോഴത്തേക്കിനും വെള്ളം പോകും. ഇതാണ് നമ്മൾ അവന് യൂസ് ചെയ്യുന്ന പെർഫ്യൂം. സ്പ്രേ അടിക്കുന്നതും മരുന്ന് കുടിക്കുന്നതാണ് അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടമല്ലാത്തത്. ഭയങ്കര ദേഷ്യമാണ് സ്പ്രേ അടിക്കുമ്പോൾ. ഇതാണ് നമ്മളിപ്പോൾ അവന് യൂസ് ചെയ്യുന്ന കോമ്പ്. നമ്മൾ മറ്റ് സാധാരണ ഒരു കോമ്പായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് വെച്ച് ചീപ്പുമ്പോഴത്തേക്കിന് നിറച്ച് രോമം പറക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മളിത് വാങ്ങിച്ചത്. ഇതിൻ്റെ ഒരു പ്രയോജനം എന്ന് വെച്ചാൽ കൂടെ പറക്കത്തില്ല, ആ കോമ്പിനകത്ത് തന്നെ പറ്റിപ്പിടിച്ചിരിക്കും. പിന്നെ അവന് വലിയ വേദന എടുക്കത്തില്ല എന്ന് തോന്നുന്നത്, അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി ഇരുന്ന് തരുന്നുണ്ട്. നമ്മൾ ഇവർക്ക് നല്ലപോലെ ചീപ്പി കൊടുക്കുന്നത് നല്ല കേട്ടോ. ഡെയിലി ഒരു വട്ടമെങ്കിലും നമ്മൾ ചീപ്പണം, അല്ലാന്നുണ്ടെങ്കിൽ രോമം ജട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. നന്നായിട്ട് ചീപ്പി കൊടുക്കണം. പിന്നെ ഈ കോമ്പിൻ്റെ പ്രയോജനം എന്ന് പറഞ്ഞാൽ ഇതുപോലെ രോമം അതിനകത്ത് പറ്റി പിടിച്ചിരുന്നോളും. അപ്പോൾ നമ്മളതിൻ്റെ ബാക്കിലുള്ള ഇതിനകത്ത് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കിനും രോമം പറക്കാതെ നമുക്കിങ്ങനെ കേക്ക് പോലെ കിട്ടും. അപ്പോൾ നമുക്കത് കളയുകയും ചെയ്യാം. ഇനി നല്ല കുളിച്ച് കഴിഞ്ഞ് ചീപ്പിയൊക്കെ കഴിഞ്ഞ് ഒരു ഉറക്കം അവന് നിർബന്ധമാണ്. ഇനി സുഖമായിട്ട് കിടന്നങ്ങ് ഉറങ്ങിക്കോളും കുറച്ച് സമയം. അപ്പം നല്ല സുന്ദര കുട്ടനായിട്ടുണ്ട്.